ഗുഡ് ഈവനിങ് ഓൾ. അപ്പോൾ നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് ഇൻഡെക്സ് നമ്പേഴ്സാണ്. അപ്പോൾ നമ്മൾ പെൻഡിങ് ഉള്ള മൊഡ്യൂളാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പേഴ്സ്, അതിൻ്റെ കണ്ടൻസ് നമുക്ക് നോക്കാം. ഇൻട്രൊഡക്ഷൻ പാർട്ട്, ഡെഫിനിഷൻ, ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, യൂസസ്, പ്രോബ്ലംസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, മെത്തേഡ്സ് ഓഫ് കാൽക്കുലേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്, വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സ് ആൻഡ് ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഇത് നമ്മുടെ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ ഒരു പാർട്ട് 1 ആയിട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമുക്ക് ക്ലാസ് ഒന്നും റെഗുലറായിട്ട് നടക്കാത്തത് കൊണ്ട് ഈ ഒരു മെത്തേഡിലാണ് നമുക്ക് ഇനി ക്ലാസ്സുകൾ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോസ് നന്നായിട്ട് ശ്രദ്ധിക്കുക, അതനുസരിച്ച് നോട്ട്സ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തരാം. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. പരീക്ഷയ്ക്ക് തിയറട്ടിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഇതിനകത്ത് നിന്ന് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പല രീതിയിൽ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചസിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മെഷറാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. ആ വേരിയബിൾ എന്ന് പറയുന്നത് പ്രൈസ് ആവാം, ക്വാണ്ടിറ്റി ആവാം, വാല്യൂ ആവാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംഭവമായിരിക്കാം. ഓക്കെ, അപ്പോൾ ആ ഒരു വേരിയബിൾ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമ്മൾ സിമ്പിൾ സെൻസിൽ പറഞ്ഞാൽ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് ചേഞ്ച് ഇൻ 1 or more than 1 വേരിയബിൾ. അപ്പോൾ ഒരു വേരിയബിളിലോ അല്ലെങ്കിൽ ഒന്നിലധികം വേരിയബിൾസിലോ ഉണ്ടാകുന്ന ചേഞ്ചസിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടൂളാണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞാൽ. ഒന്നും കൂടി സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഹൗ മച്ച് എ വേരിയബിൾ ചേഞ്ചസ് ഓവർ എ ടൈം. ഒരു പീരീഡ് ഓഫ് ടൈമിൽ ഒരു വേരിയബിൾ എത്രത്തോളം മാറ്റം സംഭവിക്കുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫൈൻഡിങ് ദ റേഷ്യോ ഓഫ് ദി കറണ്ട് വാല്യൂ ടു ദി ബേസ് വാല്യൂ. അപ്പോൾ ബേസ് വാല്യൂ കറണ്ട് വാല്യൂ എന്നുള്ള ആ ഒരു ഇതിൻ്റെ ബേസിസിലാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഈ ബേസ് വാല്യൂ അല്ലെങ്കിൽ എന്താണ് കറണ്ട് വാല്യൂ എന്നുള്ളത് നമ്മൾ ഫർദർ സ്ലൈഡ്സിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. എന്താണ് ബേസ് ഇയറും അല്ലെങ്കിൽ എന്താണ് കറണ്ട് ഇയർ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഡെഫിനിഷനായിട്ട് നമുക്ക് എടുക്കുകയാണെങ്കിൽ എന്താണ് ഇൻഡെക്സ് നമ്പർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, index numbers are quantitative measures of growth of prices, production, inventory and other quantities of economic interest. അപ്പോൾ നമ്മൾ ഇക്കണോമിക്സിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഇൻഡെക്സ് നമ്പർ പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ പറയുന്നത് പ്രൈസിലോ പ്രൊഡക്ഷനിലോ അല്ലെങ്കിൽ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ അൺസോൾഡ് സ്റ്റോക്ക്, ഒരു വർഷം വിറ്റഴിക്കാതെ ബാക്കി വരുന്ന സ്റ്റോക്കിനെ നമ്മൾ ഇൻവെൻട്രി. അപ്പോൾ ഇൻവെൻട്രിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയോ പ്രൊഡക്ഷനിൽ ഉണ്ടാകുന്ന ചേഞ്ചസിനെയോ പ്രൈസിലുണ്ടാകുന്ന വേരിയേഷനൊക്കെ കാണിക്കുന്ന ഒരു മെഷറാണ് ഇൻഡെക്സ് നമ്പർ എന്നാണ് റൊണാൾഡിൻ്റെ ഡെഫിനിഷനിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം. ഓക്കെ, ക്ലിയർ. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഒരു ഇൻഡെക്സ് നമ്പറിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻഡെക്സ് നമ്പേഴ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ആവറേജസ്. അപ്പോൾ സാധാരണ ആവറേജസിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു സ്പെഷ്യലൈസ്ഡ് ആവറേജ് ആണ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. നമ്മൾ കാൽക്കുലേഷൻസിൻ്റെ പാർട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. Then second one, index numbers measures the change in the level of a phenomenon. അപ്പോൾ ഒരു പ്രതിഭാസത്തിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ മെഷർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ സ്റ്റോക്ക് ഇൻഡെക്സുകളായിട്ടുള്ള സെൻസെക്സ്, നിഫ്റ്റി, ഇതൊക്കെ ഷെയറുകളിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ലിസ്റ്റഡ് സ്റ്റോക്കിൽ ഉണ്ടാകുന്ന അതിൻ്റെ ഷെയർസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസിനെയൊക്കെ കാണിക്കുന്നതാണ് നമ്മുടെ സെൻസെക്സ്. BSEയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള സെൻസെക്സും അതുപോലെ NSEയുടെ ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റിയൊക്കെ അങ്ങനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെനോമിന അല്ല മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഒരു ട്രെൻഡിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഇൻഡെക്സുകൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ പ്രൈസ് ഇൻഡെക്സ്, കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ ജീവിത നിലവാരത്തിൻ്റെ ചിലവ് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കോസ്റ്റ് ഓഫ് ലിവിങ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ ഒരു പെർട്ടിക്കുലർ ഫെനോമിനയെ കാണിക്കുന്നതാണ്. ഓക്കെ, ദെൻ ഇൻഡെക്സ് നമ്പേഴ്സ് മെഷേഴ്സ് ദ എഫക്റ്റ് ഓഫ് ചേഞ്ച് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഒരു ലോങ് പീരീഡ് ഓഫ് ടൈമിൽ എന്ത് മാറ്റമാണ് ഉണ്ടായിട്ടുള്ളതെന്ന് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിക്കാം. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലാണെങ്കിൽ ബുള്ളാണോ ബിയറാണോ, ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്താണ്, മാർക്കറ്റ് ഇടിഞ്ഞിട്ടുണ്ടോ, ഈ ഒരു 5-6 മാസത്തെ കാലഘട്ടത്തിലെ പ്രൈസസ് ഒക്കെ എടുത്ത് നോക്കി, സ്റ്റോക്കിൻ്റെ ഷെയറിൻ്റെ പ്രൈസുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് വേരിയേഷൻസ് ആണ് ഉണ്ടായിട്ടുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ദെൻ വാട്ട് ആർ ദ യൂസസ് ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞത് അതിൻ്റെ യൂസസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ. ഇനി മറ്റൊന്ന്, ടു ഫ്രെയിമിങ് സ്യൂട്ടബിൾ പോളിസീസ്. ഇവിടെ സ്യൂട്ടബിൾ പോളിസീസ് എന്ന് ഉദ്ദേശിച്ചത് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് പോളിസീസ്, ഫോർ എക്സാമ്പിൾ ഫിസ്ക്കൽ പോളിസി, മോണിറ്ററി പോളിസീസൊക്കെ ഫോം ചെയ്യുന്നത്
ഈ ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, മോണിറ്ററി പോളിസി സെൻട്രൽ ഗവൺമെൻറ്റാണ്, ഫിസിക്കൽ പോളിസി ഗവൺമെൻറ്റാണ്. അപ്പോൾ ഒരുപാട് ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡെക്സ് നമ്പേഴ്സ് മാത്രമല്ല, എക്കണോമിക് ഇൻഡിക്കേറ്റേഴ്സിൽ ഒരുപാട് ഇൻഡെക്സുകളുണ്ട്. അപ്പോൾ അതിലൊക്കെ ഒരു പോളിസി മേക്കിംഗ്, ഗവൺമെൻറ്റിൻ്റെ പോളിസീസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളതാണ്. ദേ റിവീൽ ട്രെൻഡ്സ് ആൻഡ് ടെൻഡൻസീസ്. അപ്പോൾ ഇനി ഫർദർ മൂവ്മെൻറ്റ് എവിടേക്കാണ് എന്നുള്ളത് ഇവിടെ ഇൻഡെക്സ് നമ്പേഴ്സ് ഉപയോഗിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ട്രെൻഡ് നേരത്തെ പറഞ്ഞതുപോലെ ഇപ്പോൾ അപ്വേർഡ് ട്രെൻഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2 മാസം കഴിഞ്ഞാൽ ഇതിൻ്റെ വാല്യൂസ് എവിടേക്ക് എത്തും, ഈ സെൻസെക്സിന് എത്ര പോയിൻറ്റ് ഉയരും എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. പ്രഡിക്ഷൻ അതാണ് അവിടെ ഉദ്ദേശിച്ചത്. ഇൻഡെക്സ് നമ്പേഴ്സ് ആർ വെരി യൂസ്ഫുൾ ഇൻ ഡീഫ്ലേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വേറൊരു കോൺസെപ്റ്റാണ്. നമുക്ക് 2 കോൺസെപ്റ്റുകൾ ഇനി നമ്മുടെ സിലബസിൽ പഠിക്കാനുണ്ട്. അത് അടുത്ത പാർട്ട് 2 ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഡീഫ്ലേറ്റിങ്ങും അതുപോലെ സ്പ്ലൈസിങ്ങും. ഇവിടെ ഡീഫ്ലേറ്റിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇൻഫ്ലേഷൻ്റെ എഫക്റ്റ് ഇല്ലാതാക്കുക. പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ ഒരു ഇൻഡെക്സ് നമ്പർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രോബ്ലംസാണ് ഒരാൾ ഫേസ് ചെയ്യുന്നത്? അതിൽ ഒന്നാമത്താണ് ചോയ്സ് ഓഫ് ബേസ് പീരീഡ്. അപ്പോൾ നമുക്കറിയാം ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മുൻ വർഷത്തെ പ്രൈസ് ഉണ്ടാവും, ഈ കറണ്ട് ഇയറിലെ പ്രൈസ് ഉണ്ടാവും. അപ്പോൾ ഈ 2 പ്രൈസുകളും വെച്ചിട്ടാണ് നമ്മൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക. നമ്മൾ സിമ്പിൾ ഇൻഡെക്സ് നമ്പറിലേക്ക് ഇനി വരും. ഓക്കെ, അപ്പോൾ ഏത് ബേസ് പീരീഡ് ചൂസ് ചെയ്യണം, ഏത് ബേസ് ഇയർ എടുക്കണം എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. അപ്പോൾ ഒരു ബേസ് ഇയർ എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ക്രൈറ്റീരിയാസൊക്കെ നമ്മൾ നേരത്തെ ഇന്ത്യൻ ഇക്കോണമിയിലൊക്കെ നമ്മൾ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ ഒരു വർഷത്തിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകാൻ പാടില്ല, എക്കണോമിക് സ്റ്റെബിലിറ്റി വേണം, എക്സ്റ്റേണൽ ഷോക്ക് അതായത് 6 നാച്ചുറൽ കലാമിറ്റീസ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, എപ്പിഡമിക്സ് ഒന്നും ഉണ്ടാകാൻ പാടില്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇയറിന് നമ്മൾ ബേസ് ഇയർ ആയിട്ട് എടുക്കുക. അപ്പോൾ ഏത് ബേസ് ഇയർ എടുക്കണം എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. ചോയ്സ് ഓഫ് ആൻ ആവറേജ്, ഏത് ആവറേജ് ഉപയോഗിക്കണം, ഓക്കെ, ജോമെട്രിക്ക് ഉപയോഗിക്കണോ അതോ അരിത്തമെറ്റിക് ഉപയോഗിക്കണോ എന്നുള്ളതൊക്കെ വലിയൊരു പ്രശ്നമാണ്. വെയ്റ്റഡ് ഉപയോഗിക്കണോ, വെയ്റ്റഡ് ആവറേജ് ആണ് ഉപയോഗിക്കണം എന്നുള്ളത് അടുത്തത്. ചോയ്സ് ഓഫ് ഇൻഡെക്സ്, ഏത് ഇൻഡെക്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ബേസ് ക്വാണ്ടിറ്റിക്ക് അല്ലെങ്കിൽ ബേസ് ഇയറിന് ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണോ, പ്രൈസിന് പ്രാധാന്യം കൊടുത്തിട്ടാണോ, അങ്ങനെ ഏതിന് പ്രാധാന്യം കൊടുത്തിട്ടാണ്, ഏത് തരം ഇൻഡെക്സ് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്? വാല്യൂ ഇൻഡെക്സ് ആണോ, നേരത്തെ പറഞ്ഞ പോലെ ക്വാണ്ടിറ്റി ഇൻഡെക്സ് ആണോ, അങ്ങനെയുള്ളതാണ് ഇവിടെ നോക്കുന്നത്. ദെൻ സെലക്ഷൻ ഓഫ് കമ്മോഡിറ്റീസ്. ഇപ്പോൾ നിങ്ങൾക്കറിയാം ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, അതേപോലെ തന്നെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഇതൊക്കെ എന്ന് പറയുന്നത് കുറച്ച് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്മോഡിറ്റീസ് എടുത്തുകൊണ്ട് അതിൽ വരുന്ന പ്രൈസ് വേരിയേഷൻസ് ആണ് അത് മെഷർ ചെയ്യുന്നത്. അല്ല, ഏകദേശം 796ഓളം കമ്മോഡിറ്റീസ് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സിലും ഏകദേശം 260ഓളം കമ്മോഡിറ്റീസ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിലാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അതിൻ്റെ വേരിയേഷൻസ്. അപ്പോൾ എത്ര കമ്മോഡിറ്റീസ് അതിൽ ഉൾപ്പെടുത്തണം എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്. ദെൻ ഡേറ്റ കളക്ഷൻ, ഇതുമായി ബന്ധപ്പെട്ട ഈ വേരിയേഷൻസിലൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ഓരോ കമ്മോഡിറ്റിൻ്റെയും പ്രൈസിലുണ്ടാകുന്ന വേരിയേഷൻസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് പ്രോബ്ലം. അപ്പോൾ നമുക്കൊരു പ്രോബ്ലമായിട്ട് പറയുമ്പോൾ ഇത്തരം പ്രോബ്ലംസൊക്കെയാണ് ഇൻഡെക്സ് നമ്പേഴ്സിൻ്റെ കൺസ്ട്രക്ഷനുമായിട്ട് ഇപ്പോൾ നിലവിലുള്ളത്. ഓക്കെ, ദെൻ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഞാൻ നേരത്തെ പറഞ്ഞു ചോയ്സ് ഓഫ് ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞപ്പം പറഞ്ഞു, അതിൽ പ്രോബ്ലമായിട്ട് പറഞ്ഞപ്പോൾ. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് പ്രൈസ് ഇൻഡെക്സ് നമ്പർ, മറ്റൊന്ന് ക്വാണ്ടിറ്റി ഇൻഡെക്സ് നമ്പർ, വാല്യൂ ഇൻഡെക്സ് നമ്പർ, കോമ്പോസിറ്റ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, കോമ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ അത് ഒരു കൂട്ടിച്ചേർന്നല്ലേ, പ്രൈസ് ഇൻഡെക്സും ക്വാണ്ടിറ്റി ഇൻഡെക്സും തമ്മിൽ കൂട്ടിച്ചേർന്നായിരിക്കാം. ഓക്കെ, അപ്പോൾ 2 ഇൻഡെക്സ് നമ്പേഴ്സിനെ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള ഒരൊറ്റ ഇൻഡെക്സ് നമ്പറിനെ നമ്മൾ കോമ്പോസൈറ്റ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയും. നെക്സ്റ്റ്, മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്റ്റിംഗ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ 2 തരത്തിലുള്ള ഇൻഡെക്സ് നമ്പേഴ്സ് ഉണ്ട്. ഒന്ന് വെയ്റ്റഡും മറ്റൊന്ന് അൺവെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സും. അപ്പോൾ ഈ വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിൽ വരുന്നതാണ് വെയ്റ്റഡ് അഗ്രിഗേറ്റഡ്, വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. അൺവെയ്റ്റഡിൽ വരുന്നതാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ്, സിമ്പിൾ ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. അപ്പോൾ നമ്മളിതിൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത്, നമുക്ക് പരീക്ഷയ്ക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസും പ്രോബ്ലംസൊക്കെ ചോദിക്കുന്നത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിലാണ്. അപ്പോൾ നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്നത് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സിലായിരിക്കണം. ഓക്കെ, ഫസ്റ്റ് വൺ സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ്. ഓക്കെ, നമ്മൾ അൺവെയ്റ്റഡിലേക്കാണ് ആദ്യം നോക്കുന്നത്. അപ്പോൾ എന്താണ് സിംപ്ലി ഒരു ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ P01 എന്നാണ് ഡിനോട്ട് ചെയ്യുക. P01 is equal to സിഗ്മ P1 ഡിവൈഡഡ് ബൈ സിഗ്മ P0 ഇൻറ്റു 100. എന്താണ് P1, എന്താണ് P0 എന്നുള്ളതാണ്. ഇതിൽ P1 എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് ദി കറണ്ട് ഇയേഴ്സ് പ്രൈസ് ഓഫ് ഓൾ P0 കമ്മോഡിറ്റീസ്, ഓൾ കമ്മോഡിറ്റീസ്. ഓക്കെ, ദെൻ P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഓഫ് ദി ബേസ് ഇയേഴ്സ് പ്രൈസ് ഓഫ് ഓൾ കമ്മോഡിറ്റീസ്. സിംപ്ലി P1 എന്ന് പറഞ്ഞാൽ ഈ വർഷത്തെ വില, P0 എന്ന് പറഞ്ഞാൽ
മുൻ വർഷത്തെ വില. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് തരുന്നത് ക്വസ്റ്റിന് തരുന്നത് 2008 പ്രൈസ്, 2010 പ്രൈസ് അങ്ങനെയൊക്കെ ആയിരുന്നു തരിക. അപ്പോൾ 2008 പ്രൈസിനാണ് P0 എന്ന് പറയുന്നത്, 2010 പ്രൈസിനാണ് എന്താ പറയുക P1 എന്ന് പറയുന്നത്. അപ്പോൾ മുൻ വർഷത്തെ പ്രൈസിനെ P0 എന്നും ഈ വർഷത്തെ പ്രൈസിനെ P1 എന്നും പറയും. ഓക്കെ, അപ്പോൾ അത് തമ്മിലുള്ള റേഷ്യോനെ ഇൻറ്റു 100ലേക്ക് മാറ്റും, കാരണം അത് പെർസെൻറ്റേജിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അതിനാണ് സിമ്പിൾ അഗ്രിഗേറ്റീവ് മെത്തേഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഇൻ എക്സ്പ്രസിങ് ദ അഗ്രിഗേറ്റ് പ്രൈസ് ഓഫ് ഓൾ കമ്മോഡിറ്റീസ് ഇൻ ദി കറണ്ട് ഇയർ ആസ് എ പെർസെൻറ്റേജ് ഓഫ് ദി അഗ്രിഗേറ്റ് പ്രൈസ് ഇൻ ദി ബേസ് ഇയർ. അപ്പോൾ മുകളിലത്തെ P1 എന്ന് പറയുന്നതാണ് ഇപ്പോഴത്തെ പ്രൈസ് ഡിവൈഡ് ബൈ മുൻ വർഷങ്ങളിലെ പ്രൈസിൻ്റെ ടോട്ടൽ. രണ്ടിനെയും ടോട്ടലാണ് ഉദ്ദേശിക്കുന്നത് അല്ലേ. ഈ വർഷം തന്നിരിക്കുന്ന എല്ലാ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൻ്റെ ടോട്ടൽ ഡിവൈഡഡ് ബൈ മുൻ വർഷത്തെ കമ്മോഡിറ്റീസിൻ്റെ പ്രൈസിൻ്റെ ടോട്ടൽ ഇൻറ്റു 100 ചെയ്യുന്നതാണ് നമ്മുടെ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, ഒരു എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് 2007, 2008 പ്രൈസിൽ അല്ലെ. 2007 ഷുഗർ, മിൽക്ക്, ഓയിൽ, വീറ്റ്, ക്ലോത്തിങ് വരുന്നുണ്ട്. അത് ക്വിൻ്റലിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ പ്രൈസ് കൊടുത്തിട്ടുണ്ട് 2007, 2008. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു 2007 പ്രൈസിനെ നമ്മൾ P0 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് P1 എന്ന് പറയുന്നത് 2008 പ്രൈസ്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് ഇതിൻ്റെ ടോട്ടൽ എടുക്കുന്നു അല്ലേ. 2007 പ്രൈസിൻ്റെ മുഴുവൻ ടോട്ടൽ എടുക്കുന്നു, 2008 പ്രൈസിൻ്റെ മുഴുവൻ ടോട്ടൽ എടുക്കുന്നു. അപ്പോൾ കാൽക്കുലേഷനിലേക്ക് വരാം. ഓക്കെ, കണ്ടോ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് സിഗ്മ P0 3236, P1 എന്ന് പറയുന്നത് സിഗ്മ P1 എന്ന് പറയുന്നത് 4351. അപ്പോൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ് 134.45. അപ്പോൾ എന്താണ് ഈ വാല്യൂ കൊണ്ട് അർത്ഥമാക്കുന്നത്, എന്താണ് ഇൻഡെക്സ് നമ്പർ കൊണ്ട് അർത്ഥമാക്കുന്നത്? അതായത് ഇവിടെ പറയുന്നതാണ് 2008 വില എന്ന് പറയുന്നത് 2007 അപേക്ഷിച്ച് 34.45% വർദ്ധിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് ദി ഇൻ്റർപ്രിട്ടേഷൻ. അതാണ് നമുക്കിന്ന് മനസ്സിലാക്കാവുന്ന ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് മെത്തേഡ്സ്. അപ്പോൾ റിലേറ്റീവ്സ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിംപിളി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ വരുന്നത്. ഇവിടെ ഒന്നും കൂടി വരും, ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് കമ്മോഡിറ്റീസ് വരും. അതിൻ്റെ നമ്മളിപ്പോൾ ചെയ്ത സിമ്പിൾ ഇൻഡെക്സിൻ്റെ ആവറേജിനെയാണ് എന്ത് പറയുന്നത് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് മെത്തേഡ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, ഡിവൈഡഡ് ബൈ n എന്ന് പറയുന്നുണ്ട് ഇവിടെ അല്ലേ. ഇവിടെ n മാത്രമാണ് അധികമായിട്ട് വന്നിട്ടുള്ളത്. മാത്രമല്ല n നോക്കാം, n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഐറ്റംസ്, എത്ര ഐറ്റംസിൻ്റെ ഇൻഡെക്സാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ പറഞ്ഞു നേരത്തെ ചോയ്സ് ഓഫ് ആൻ ആവറേജ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രോബ്ലംസ് ഇൻ ദ കൺസ്ട്രക്ഷൻ ഓഫ് ഇൻഡെക്സ് നമ്പേഴ്സ്. അപ്പോൾ അതിൽ പറഞ്ഞു ഞാൻ അരിത്തമെറ്റിക് മീനോ ജോമെട്രിക് മീനോ എന്ന് പറഞ്ഞു. അപ്പോൾ അരിത്തമെറ്റിക് മീൻ ആണെങ്കിൽ നമ്മൾ മുകളിൽ കൊടുത്ത ഫോർമുല ഫോളോ ചെയ്യണം. ജോമെട്രിക് മീൻ ആണെങ്കിൽ ഇതിൻ്റെ ലോഗ് വാല്യൂ എടുക്കണം. ഓക്കെ, ലോഗ് വാല്യൂ എടുത്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുക. ഇതിൽ നിന്ന് നമുക്ക് ആവറേജ് സിമ്പിൾ ആവറേജ് ഓഫ് റിലേറ്റീവ്സ് മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പ്രൈസ് റിലേറ്റീവ്സ്. പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഈ പ്രൈസ് ഈ വർഷത്തെ പ്രൈസ് ഡിവൈഡ് ബൈ കഴിഞ്ഞ വർഷത്തെ പ്രൈസ് ഇൻറ്റു 100. ആ പ്രൈസ് റിലേറ്റീവിൻ്റെ എന്താണ് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഫോർമുല ഇതാണ്, സിഗ്മ ഇൻറ്റു P1 ഡിവൈഡ് ബൈ P0 ഇൻറ്റു 100. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചെയ്ത വാല്യൂവിൻ്റെ ഡിവൈഡഡ് ബൈ എന്താ ചെയ്യുന്നത് സിമ്പിൾ ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യുക, അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക ടോട്ടൽ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 120.63 എന്നുള്ളതാണ്. ഓക്കെ, നെക്സ്റ്റ് വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ്. ഇതാണ് നമുക്ക് ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമുക്ക് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഏരിയ ഇതാണ്, വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ വെയ്റ്റഡ് എന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ഓരോ കമ്മോഡിറ്റീസിനും എന്ത് ചെയ്യുക, ഒരു അതിൻ്റെ റാഷണൽ അനുസരിച്ച് അതിൻ്റെ യുക്തിപരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ വെയ്റ്റ് അസൈൻ ചെയ്യുന്നു. ഇപ്പോൾ ഈ കമ്മോഡിറ്റി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫിനാൻസ് കമ്മീഷൻ ഓരോ സംസ്ഥാനങ്ങൾക്കും ഫണ്ട് വിധിച്ചു കൊടുക്കുമ്പോൾ അതിലൊരുപാട് ക്രൈറ്റീരിയാസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. പോപ്പുലേഷൻ ഉപയോഗിക്കുന്നുണ്ട്, ഇൻകം ഡിസ്റ്റൻസ് മെത്തേഡ് ഉപയോഗിക്കുന്നുണ്ട്, ഏരിയ എത്രത്തോളം വരുന്നുണ്ട് അതിനനുസരിച്ച് അപ്പോൾ ഏരിയയ്ക്ക് പ്രാധാന്യം കൊടുക്കും. അപ്പോൾ ഏരിയയ്ക്ക് 30 വെയിറ്റേജ് അല്ലേ. അങ്ങനെ ടോട്ടൽ ഓരോ കാര്യങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യം അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ഓരോ വെയിറ്റേജ് കൊടുക്കും അല്ലേ. 100ൽ ഇത്ര വെയിറ്റേജ് ഇതിന് ഇത്ര ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജിന് കൊടുക്കും. അപ്പോൾ അങ്ങനെ വെയിറ്റ് ഇട്ടുകൊണ്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ആണെന്ന് പറയാം വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് എന്ന് പറയാം. അതിൽ തന്നെ പ്രധാനമായിട്ടുള്ള വെയ്റ്റഡ് ഇൻഡെക്സ് നമ്പേഴ്സ് ആണെന്ത് ഡോർബിഷ് ആൻഡ് ബൗളീസ് മെത്തേഡ്, ഫിഷേഴ്സ് ഐഡിയൽ മെത്തേഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ഷുവർ എസ്എ ക്വസ്റ്റ്യൻ ആണ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. അടുത്ത് മാർഷൽസ് എഡ്ജ്വർത്ത് മെത്തേഡ്, ലാസ്പിയേഴ്സ് മെത്തേഡ്. നിങ്ങൾക്ക് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എന്തായാലും ലാസ്പിയേഴ്സും പാഷേഴ്സ് മെത്തേഡും ഉണ്ടാവും.
കെല്ലീസ് മെത്തേഡ് 2 മാർക്കിന് ഷുവറായിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ? അപ്പോൾ നമുക്ക് ലാസ്പിയേഴ്സ് മെത്തേഡിലേക്ക് പോകാം. അപ്പോൾ ലാസ്പിയേഴ്സ് മെത്തേഡ് 1871 ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ P01 ഈസ് ഈക്വൽ ടു ലാസ്പിയേഴ്സ് മെത്തേഡിൻ്റെ കാൽക്കുലേഷനിൽ പറയുന്നതാണ് P01 ഈസ് ഈക്വൽ ടു സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 ഇൻറ്റു 100. അപ്പോൾ P1 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഓൾറെഡി അറിയാം എന്താണ്, കറണ്ട് ഇയർ പ്രൈസിനാണ് P1 എന്ന് പറയുന്നത്. P0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ് ഇയർ പ്രൈസിനാണ് P0 എന്ന് പറയുന്നത്. Q0 എന്ന് പറഞ്ഞാൽ ബേസ് ഇയർ ക്വാണ്ടിറ്റീനാണ്. അപ്പോൾ ബേസ് ഇയർ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറിനെയാണ് എന്ത് പറയുക, ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയാം. അരമാർക്കിൻ്റെ ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുണ്ട്, 1 വേർഡിൽ ചോദിക്കാറുണ്ട്. ബേസ് ഇയർ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പർ ലാസ്പിയേഴ്സ് ഇൻഡെക്സ് നമ്പർ. ഓക്കെ, ഇനി പാർഷ്യസ് ഇൻഡെക്സ് നമ്പർ. പാർഷ്യസ് ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ബേസ് ഇയർ ക്വാണ്ടിറ്റിക്ക് ആണെങ്കിൽ ഇവിടെ കറണ്ട് ഇയർ ക്വാണ്ടിറ്റിക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇൻഡെക്സ് നമ്പറാണ് പാർഷ്യസ് ഇൻഡെക്സ് നമ്പർ. 1874 ജർമ്മൻ സ്റ്റാറ്റിസ്റ്റീഷ്യനായിട്ടുള്ള പാഷ ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ 2 ഫോർമുലാസ് നമ്മൾ ബൈ ഹാർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ലാസ്പിയേഴ്സ് മെത്തേഡും പാർഷ്യസ് മെത്തേഡും വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ഡോർബിഷ് ആൻഡ് ബൗളീസ് മെത്തേഡാണ്. ഡോർബിഷ് ആൻഡ് ബൗളീസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള അതുപോലെ തന്നെ ഒരു പ്ലസ് വെച്ചിട്ടാണ് വരുന്നത്. സിഗ്മ P1 Q0 ഡിവൈഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 Q1 ദ ഹോൾ ഡിവൈഡ് ബൈ 2 ഇൻറ്റു 100. ഇതാണ് വരുന്നത്. ഓക്കെ, ഇത് റയർ കേസുകളിലാണ് ചോദിക്കാറുള്ളത് എങ്കിലും ഇതിൻ്റെ ഫോർമുല വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. തിയററ്റിക്കലായിട്ട് നിങ്ങളത് പഠിച്ചിരിക്കണം അല്ലേ. ലാസ്പിയേഴ്സിൻ്റെയും പാർഷ്യസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഡോർബിഷ് ആൻഡ് ബൗളീസ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ. നമുക്ക് പറയാം ഇത് ജോമെട്രിക് മീൻ ആണ് അല്ലേ. ഇറ്റ് ഈസ് ദി ജോമെട്രിക് മീൻ ഓഫ് ദി ലാസ്പിയേഴ്സ് ആൻഡ് പാർഷ്യസ് ഇൻഡെക്സ് നമ്പർ. എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് L ഇൻറ്റു P ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, നമ്മളെ ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പറായി. ഓക്കെ, L ഇൻറ്റു P. അപ്പോൾ അതിൽ കോമൺ ആയിട്ട് എന്ത് കൊടുത്താൽ മതി, ഇൻറ്റു 100 റൂട്ടിൻ്റെ പുറത്ത് കൊടുത്താൽ മതി. ദാറ്റ്സ് ഓൾ. അപ്പോൾ P01 ഈസ് ഈക്വൽ ടു ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. എസ് എ ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിച്ചേ പറ്റുള്ളൂ. ഈ ഫോർമുലയും നേരത്തെ പറഞ്ഞ ഫോർമുലേഴ്സും ഇതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുല. ഓക്കെ, ക്ലിയർ? മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ് ഇത് ചോദിച്ചിട്ടുണ്ട്, 5 മാർക്കിന് ഒരു വർഷം ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഇൻ ദിസ് ഇൻഡെക്സ് ന്യൂമറേറ്റർ കൺസിസ്റ്റ് ഓഫ് ആൻ അഗ്രിഗേറ്റ് ഓഫ് ദി കറണ്ട് ഇയേഴ്സ് പ്രൈസ് മൾട്ടിപ്ലൈഡ് ബൈ ദി weights of both the base year as well as the current year. അപ്പോൾ സിഗ്മ P1 Q0 പ്ലസ് സിഗ്മ P1 Q1 ദ ഹോൾ ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q0 പ്ലസ് സിഗ്മ P0 Q1 ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഇത് തിയററ്റിക്കൽ ആവുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം ചില ആ ഫോർമുലയാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഫോർമുല കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി നിങ്ങൾക്ക് അതിനെ എലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ്. ഓക്കെ, മാർഷൽ എഡ്ജ്വർത്ത് മെത്തേഡ്. കെല്ലീസ് മെത്തേഡ് ഞാൻ നേരത്തെ സൂചിപ്പിക്കേണ്ടായി, 2 മാർക്കിന് പരീക്ഷയ്ക്ക് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ് കെല്ലീസ് മെത്തേഡ് എന്താണ്. കെല്ലീസ് മെത്തേഡ് സിമ്പിളാണ്, ആ ഫോർമുല നോക്കുക നിങ്ങൾ. കെല്ലീസ് തിങ്സ് ദാറ്റ് എ റേഷ്യോ ഓഫ് അഗ്രിഗേറ്റ്സ് വിത്ത് സെലക്റ്റഡ് വെയ്റ്റ്സ് കീപ്സ് ദ ബേസ് ഇൻഡെക്സ് നമ്പർ. അപ്പോൾ കെല്ലിയുടെ മെത്തേഡ് എന്ന് പറയുന്നത് സിഗ്മ P1 Q ഡിവൈഡഡ് ബൈ സിഗ്മ P0 Q ഇൻറ്റു 100. ഓക്കെ, ഇവിടെ ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത് കേട്ടോ. ടോട്ടൽ ക്വാണ്ടിറ്റിയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. അതാണ് Q എന്ന് പറയുന്നത്. ക്ലിയർ? എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു എക്സാമ്പിളിലൂടെ ഇത് മുഴുവൻ ചെയ്യാൻ പറ്റും. മട്ടണ്, ബീഫ്, ചിക്കന്. ഓക്കെ, പ്രൈസ് ഉണ്ട്, പ്രൊഡക്ഷൻ ഇത്ര ചെയ്യുന്നത്, പ്രൈസ്, പ്രൊഡക്ഷൻ 2 വർഷത്തെ ഡേറ്റകളാണ് തന്നിരിക്കുന്നത് കേട്ടോ. 2002 2007 2 ഡേറ്റാസ്. അപ്പോൾ നമുക്കറിയാം ഏതാണ് P0, P1 ഏതാണ്, Q0 Q1 ഏതാണ് അല്ലേ. അപ്പോൾ ആദ്യത്തെ നമ്മളെന്ത് പറയും, ആദ്യത്തെ പ്രൈസ് നമ്മൾ P0 എന്നും ആദ്യത്തെ പ്രൊഡക്ഷൻ നമ്മൾ Q0 എന്നും, രണ്ടാമത്തെ പ്രൈസിന് നമ്മൾ P1 എന്നും രണ്ടാമത്തെ പ്രൊഡക്ഷൻ നമ്മൾ Q1 എന്നും പറയുന്നു. ഓക്കെ, അത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാം. നോക്കാം എങ്ങനെ സോൾവ് ചെയ്യാം. ഇത്രയും കോളംസ് വേണം. ഓക്കെ, ഇപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കോളംസ് വേണം. ആദ്യം ഞാൻ പറഞ്ഞല്ലോ P0 Q0 P1 Q1 തന്നിരിക്കുന്നതിനെ അതുപോലെ എഴുതും. ഇത് നമുക്ക് 4 കോളംസാണ് വേണ്ടത്. ആദ്യം എന്താ ചെയ്യേണ്ടത്, P1 ഇൻറ്റു Q0, P0 ഇൻറ്റു Q0, P1 Q1 P0 Q1 എല്ലാത്തിൻ്റെ ഒരു കോമ്പിനേഷൻ നമ്മളെടുത്തു. ഇതെല്ലാം മൾട്ടിപ്ലൈ ചെയ്ത് വെക്കണം. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാലോ. ആദ്യത്തെ P1 Q1 ചെയ്തപ്പോൾ എത്രയാണ്, P1 20ഉം
Q0 500 അപ്പോൾ 20 × 500 അങ്ങനെയാണ് 10,000 കിട്ടിയത്. ഓക്കെ, ക്ലിയർ. ആ രീതിയിൽ നമ്മൾ എല്ലാത്തിൻ്റെയും ടോട്ടൽ കാണണം. ഈ ടോട്ടൽ വെച്ചിട്ടാണ് നമുക്കിനി ബാക്കിയുള്ള പരിപാടികളൊക്കെ. ക്ലിയർ? ടോട്ടൽ വെച്ചുകൊണ്ട് എല്ലാത്തിൻ്റെയും ടോട്ടൽ കാണാം, 4 കോളത്തിൻ്റെയും ടോട്ടൽ കാണാം, എന്നിട്ടാണ് ബാക്കിയുള്ളത്. സൊല്യൂഷൻസ് നോക്കുക. ലാസ്റ്റ് പേഴ്സിൻ്റെ ഇക്വേഷൻ എഴുതുക, എന്നിട്ട് സിഗ്മ P1 Q0. അപ്പോൾ P1 Q0 എന്നുള്ള കോളത്തിൻ്റെ താഴെയുള്ള ടോട്ടൽ എടുത്തിട്ട് കൂട്ടുക. ആ വാല്യൂ ഡിവൈഡർ ബൈ, അതാണ് 34,370. അടുത്തത് സിഗ്മ P0 Q0, അതാണ് 28,020 എന്ന് പറയുന്നത്. ഇൻറ്റു 100 ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് പേഴ്സ് കിട്ടി, പാഷേഴ്സ് കിട്ടി. ഇതിൻ്റെ രണ്ടിൻ്റെ റൂട്ട് വാല്യൂ എടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടി? ഫിഷർ ഐഡിയൽ ഇൻഡെക്സ് നമ്പർ കിട്ടി. ഓക്കെ, ഈ കാൽക്കുലേഷനാണ് നിങ്ങൾ നോക്കേണ്ടത്. അപ്പോൾ എല്ലാ കോളത്തിൻ്റെ ടോട്ടൽ എടുക്കുക, എന്നിട്ട് ഇക്വേഷനിൽ പറയുന്ന പ്രകാരം ഇതിൻ്റെ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെറ്റ് ചെയ്യുക, ഇൻറ്റു 100 ചെയ്യുക. അപ്പോൾ ലാസ്റ്റ് പേഴ്സും പാഷേഴ്സും ഫിഷേഴ്സ് ഐഡിയൽ ഇൻഡെക്സ് നമ്പർ നമുക്ക് ലഭിക്കും. വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. അപ്പോൾ പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ എഫക്റ്റിന്, അല്ലെങ്കിൽ ഈ വർഷത്തെ പ്രൈസും കഴിഞ്ഞ വർഷത്തെ പ്രൈസും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസിനെ കാണിക്കുന്നതാണ് നമ്മളെന്ത് പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറയുന്നത്. സിംപ്ലി അത് തന്നെയാണെന്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിമ്പിൾ ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് P = P1 / P0 × 100 എന്ന് പറയുന്നത്. ഓക്കെ, V എന്ന് പറയുന്നത് വാല്യൂ വെയ്റ്റ്സ് ആണ്. ഈ V എന്ന് പറയുന്നതാണ് P0 × Q0 എന്ന് പറയുന്നത്. അപ്പോൾ സിംപ്ലി ഈ വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ് എന്ന് പറയുന്നത് എന്താണ്? സിഗ്മ PV / സിഗ്മ V. സിഗ്മ V എന്ന് പറയുന്നത് എന്താണ്? P0 × Q0. ഓക്കെ, ദാറ്റ് ഈസ് ദി വെയ്റ്റഡ് ആവറേജ് ഓഫ് പ്രൈസ് റിലേറ്റീവ്സ്. വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സ്. വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ട് കാറ്റഗറിയിൽ പെടുന്നതാണ് വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സ്. വാല്യൂസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. വാല്യൂ ഈസ് ദി പ്രൊഡക്റ്റ് ഓഫ് പ്രൈസ് ആൻഡ് ക്വാണ്ടിറ്റി. ഓക്കെ, അപ്പോൾ ഒരു പ്രൈസോ ക്വാണ്ടിറ്റി നമ്മൾ വാല്യൂ എന്ന് പറയുന്നത്. എ സിമ്പിൾ റേഷ്യോ ഈസ് ഈക്വൽ ടു ദി വാല്യൂ ഓഫ് ദി കറണ്ട് ഇയർ ഡിവൈഡ് ബൈ ദി വാല്യൂ ഓഫ് ദി ബേസ് ഇയർ. ഓക്കെ, അപ്പോൾ സിഗ്മ P1 Q1 ഡിവൈഡ് ബൈ സിഗ്മ P0 × Q0 × 100 ചെയ്യുന്നതാണെന്ത് വാല്യൂ ഇൻഡെക്സ് നമ്പർ എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രൈസ് ബേസ് ഇയർ പ്രൈസും കറണ്ട് ഇയർ പ്രൈസും നോക്കും, ബേസ് ഇയർ ക്വാണ്ടിറ്റി നോക്കും, കറണ്ട് ഇയർ ക്വാണ്ടിറ്റി നോക്കും, ഇൻറ്റു 100 ചെയ്യാം അതിൻ്റെ സിഗ്മ എടുത്തുകൊണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് വാല്യൂ ഇൻഡെക്സ് നമ്പേഴ്സ്. ചെയിൻ ഇൻഡെക്സ് നമ്പറാണ്. വെൻ ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് ദ കമ്പാരിസൺസ് ആർ നോട്ട് മെയ്ഡ് വിത്ത് എ ഫിക്സഡ് ബേസ്. അതായത് ദി ബേസ് ചേഞ്ചസ് ഫ്രം ഇയർ ടു ഇയർ. ഫോർ എക്സാമ്പിൾ, for 2007 2006 will be the base, for 2006 2005 will be the same and so on എന്ന് പറഞ്ഞാൽ ചെയിൻ ഇൻഡെക്സ് നമ്പേഴ്സിൽ പറയുന്നത് നമ്മുടെ ബേസ് ഇയർ ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വർഷത്തെ എന്തെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾക്ക് റെഫറൻസ് ആയിട്ട് എടുക്കുന്ന ഇൻഡെക്സ് നമ്പർ എന്ന് പറയുന്നത് മുൻ വർഷത്തെ പ്രൈസാണ്. ഓക്കെ, അടുത്ത വർഷം അതാണ് പറയുന്നത് 2007 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബേസ് എന്താണ്? 2006 ആണ്. അപ്പോൾ 2006 നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത സമയത്തോ 2005 ആയിരുന്നു നമ്മുടെ ബേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ചെയിൻ ഇൻഡെക്സ് നമ്പർ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഇങ്ങനെ ഈ ബേസ് ഇയർ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ആവറേജ് ലിങ്ക് റിലേറ്റീവ് ഓഫ് ദി കറണ്ട് ഇയർ ഇൻറ്റു ചെയിൻ ഇൻഡെക്സ് ഓഫ് ദി പ്രീവിയസ് ഇയർ ഡിവൈഡഡ് ബൈ 100. അപ്പോൾ ചെയിൻ ഇൻഡെക്സ് നമ്പർ നമുക്ക് വെറും തിയററ്റിക്കലി കോൺസെപ്ച്വൽ ബേസിസ് മാത്രം പഠിച്ചാൽ മതി, അതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് വരുന്നില്ല. എന്നാലും നമുക്ക് ജസ്റ്റ് ഒരു പ്രോബ്ലം നോക്കാം. അതിൽ ഇയർ കൊടുത്തിട്ടുണ്ട്, പ്രൈസ് കൊടുത്തിട്ടുണ്ട്, 2006 2007 2008. സൊല്യൂഷൻ നോക്കുക. ഇയർ, പ്രൈസ്, ലിങ്ക് റിലേറ്റീവ്സ്, ദെൻ ചെയിൻ ഇൻഡെക്സ് ബേസ്. ഓക്കെ, അപ്പോൾ റിലേറ്റീവ്സ് കൊടുത്തിട്ടുണ്ട് 60 ഡിവൈഡഡ് ബൈ ഈ വർഷത്തെ പ്രൈസ് 60, കഴിഞ്ഞ വർഷത്തെ പ്രൈസ് 50 ഇൻറ്റു 100. ഓക്കെ, ഈസ് ഈക്വൽ ടു 120. അതേപോലെ നമുക്ക് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ലിങ്ക് റിലേറ്റീവും ചെയിൻ ഇൻഡെക്സും. അതിൻ്റെ ബേസ് ഇയർ 2006 ബേസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഇയേഴ്സിലൊക്കെ നമുക്ക് ആ ഒരൊറ്റ ബേസ് ഇയർ വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഒരൊറ്റ ബേസ് ഇയറിലേക്ക് വന്നുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം? ഇൻഡെക്സ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യാം. 2006 തന്നെയാണ് എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പാർട്ട് 2 അത് പിന്നീട് വരും. അപ്പോൾ അതിൽ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ താൽക്കാലികം നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് എന്ത് ചെയ്യുക? അതിൽ സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇതിനെക്കുറിച്ച് ഇത് കണ്ടുകൊണ്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക, പരീക്ഷയ്ക്ക് തയ്യാറാവുക. ഇനി ഇതിന് ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ഞാൻ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യും. ഓക്കെ, താങ്ക് യു.